നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തിരുമലക്കോവിൽ ക്ഷേത്രമാണ്. എൻ്റെ പിന്നിലായിട്ട് ആ ക്ഷേത്രം കാണാൻ സാധിക്കും. നമ്മുടെ പുഷ്പ സിനിമയിലെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്. എന്തായാലും നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് പോയി അവിടുത്തെ വിശദ വിവരങ്ങൾ കാണാം. വരൂ. തിരുമലൈക്കോവിൽ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ പൻപൊലി എന്ന സ്ഥലത്ത് 400 മീറ്റർ ഉയരത്തിൽ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുരുകനാണ് പ്രധാന പ്രതിഷ്ഠ. നഗരത്തിൻ്റെ വലിയ തിരക്കുകളൊന്നുമില്ലാതെ തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രവും ചുറ്റുപാടുകളും ഉള്ളത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി 625 പടികളാണ് ഉള്ളത്. എന്നാൽ ഇപ്പോൾ റോഡ് പാതയും മലയടിവാരത്തിൽ നിന്നും ബസ് സർവീസും ഉണ്ട്. റോഡ് മാർഗം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതാണ്. 2 വീലറുകൾക്ക് 20 രൂപയും കാറുകൾക്ക് 50 രൂപയുമാണ് ഫീസ്. വാഹനത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലനിരകൾ പൊട്ടിച്ചാണ് ക്ഷേത്രത്തിലേക്കുള്ള ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഖ്യപർവ്വത നിരകളും തോടുകളും പാടങ്ങളും കുളങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് തിരുവരുച്ചേൽവർ ശിവകാമി അമ്മയാറാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മുരുകൻ തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ ഒരു ഭാഗത്തായി തിരുമലൈ ഭഗവതി അമ്മൻ്റെ നടയും സ്ഥിതി ചെയ്യുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലെ മുരുക ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ഷേത്രം. വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്ക് വിശേഷമായ ഒരു ഭക്തി സ്ഥലം കൂടിയാണ് ഇവിടം. മലയടിവാരത്തിൽ നിന്നും മുകളിലേക്കെത്തിയാൽ ക്ഷേത്രമുറ്റത്തായി പ്രസാദവും വഴിപാട് സാധനങ്ങളും ലഘുഭക്ഷണവും ലഭ്യമാണ്. ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയും ശില്പങ്ങളും വളരെ പ്രശസ്തമാണ്. ക്ഷേത്രത്തിന് മുകളിലായി ഒരു വലിയ കുളവുമുണ്ട്. ചിത്തിരൈ, വൈകാശി, വിശാഖം, തൈപ്പൂയം തുടങ്ങിയ മുരുകൻ ഉത്സവങ്ങൾ ഇവിടെ വിപുലമായി ആഘോഷിക്കുന്നു. മുരുകൻ്റെ ശക്തിയും പ്രകൃതിയുടെ സൗന്ദര്യവും ഒത്തുചേരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു
ആരാധനാലയം ആണ് ഇവിടം.